രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീല. കാലിലെ നൂപുരം ധരിച്ച ഈ കൊട്ടാരത്തിൽ നടന്നിരുന്ന സീത അതേ പ്രകാരത്തില് ലാഘവത്തോടു കൂടിയിട്ടും സന്തോഷത്തോടു കൂടിയിട്ടുമാണ് ഈ യാത്ര തുടരുന്നത് എന്ന് അല്ലയോ അമ്മയെ അറിഞ്ഞുകൊള്ളണം. സീതയ്ക്ക് തെല്ലെങ്കിലും വേദന ഉണ്ടായാൽ കൗസല്യക്ക് സഹിക്കില്ല, അത് സുമന്ത്രർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് സീത അങ്ങേറ്റം ആനന്ദത്തോടു കൂടിയിട്ടാണ് കാനനത്തിൽ കഴിയുന്നത് രാമനോടൊപ്പം എന്ന് വളരെ വിശദമായിട്ട് സുമന്ത്രര് ദേവി കൗസല്യയെ കേൾപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിലും ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, അതേപോലെ തന്നെ എന്നും ഉദ്യാനത്തിൽ വരുന്നതായ പക്ഷികൾ, അതേപോലെ മനുഷ്യനോട് ഇണങ്ങിയ മാനുകൾ തുടങ്ങിയവ, ഇവയൊക്കെ ദിവസവും കാണാനായി കഴിയും. കാട്ടിൽ ഇതൊന്നുമല്ല, ഭീകരങ്ങളായിട്ടുള്ള മൃഗങ്ങളുടെ കൂട്ടങ്ങളാൽ നിറഞ്ഞതാണ് കാട്. അത് കണ്ടിട്ട് സീതയ്ക്ക് ഭയം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. ഗജം വാ വീക്ഷ്യ സിംഹം വാ വ്യാഘ്രം വാ വനമാശ്രിത. ആ കാട്ടില് വസിക്കുന്ന ആനകളെ കണ്ടാലും സിംഹങ്ങളെ കണ്ടാലും കടുവകളെ കണ്ടാലും സീതയ്ക്ക് തെല്ലെങ്കിലും ഭയം ഉണ്ടാകുന്നുണ്ടോ? നാഹാരയതി സന്ത്രാസം ബാഹു രാമസ്യ സംശ്രിത. ശ്രീരാമന്റെ കരങ്ങളെ ആശ്രയിച്ചാണ് സീത കാനനത്തിൽ സഞ്ചരിക്കുന്നത്. രാമന്റെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഈ വലിയ മൃഗങ്ങളെ കണ്ണിൽ കണ്ടാലും അടുത്തായി കണ്ടാലും സീതയുടെ ഹൃദയത്തിലെ തെല്ലുപോലും ഭയം ഉണ്ടാകുന്നില്ല. സീത വളരെ കൗതുകത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ കാനന ദൃശ്യങ്ങളെയും കാട്ടുമൃഗങ്ങളെയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് ന ശോച്യാസ്തേ ന ചാത്മാതേ, അല്ലയോ അമ്മേ, ന ശോച്യാസ്തേ, അവർ മൂവരും ഒരിക്കലും അവരെ ഓർത്ത് ദുഃഖിക്കപ്പെടേണ്ടവരല്ല. അവരോർത്ത് ആരും ദുഃഖിക്കേണ്ടതില്ല. ആരുടെയും അനുശോചനത്തിന് പാത്രമല്ല അവർ. ആരും അവരെ ഓർത്ത് വേവലാതിപ്പെടേണ്ട, ദുഃഖിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അമ്മ ഒരിക്കലും അവരെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന് മാത്രമല്ല, അമ്മയെക്കുറിച്ച് ചിന്തിച്ചിട്ട് സ്വയം ദുഃഖിക്കുകയും അരുത്. ഇങ്ങനെ ഒരു ഭാഗ്യക്കേട് എനിക്ക് വന്നു പെട്ടല്ലോ, ഞാൻ ഈ ലോകത്തിൽ ഭാഗ്യഹീനയാണല്ലോ എന്നുള്ള ധാരണയൊന്നും അമ്മയ്ക്ക് വരരുത്. അവർ മൂവരും ധർമ്മത്തിന് ലോപം വരാതെ കണ്ട് അവിടെ സുഖമായിട്ട് ഈ അയോധ്യയിൽ എന്ന പോലെ കാനനത്തിൽ കഴിയുന്നു. അമ്മ മാത്രമല്ല, നാപി ജനാധിപ, രാജാവായിരിക്കുന്ന ദശരഥനും അവരെ കുറിച്ച് ചിന്തിച്ചിട്ട് ശോചിക്കാൻ പാടില്ല. അവര് അനിശോച്യരല്ല. അതേപോലെ രാജാവ് തന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ, ഇങ്ങനൊരു ദുർഗതി വന്നല്ലോ, തന്റെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു ഭയങ്കരമായ തെറ്റ് സംഭവിച്ചല്ലോ എന്നൊന്നും വിചാരിക്കാനേ പാടില്ല. ഇങ്ങനെ സുമന്ത്രര് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കെ കൗസല്യയോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് അത് പറഞ്ഞ് നിർത്തുന്നത്. വിധൂയ ശോകം പരിഹൃഷ്ടമാനസ മഹർഷിയാതേ പഥി സുവ്യവസ്ഥിതാഃ വനേരത വന്യഫലാശനാപിതു ശുഭം പ്രതിജ്ഞാം പ്രതിപാലയന്തി തേ. അവര് അച്ഛന്റെ ആ പ്രതിജ്ഞയെ അതിനെ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ ഭംഗിയായിട്ട് അവർ പരിപാലിക്കുന്നു. എങ്ങനെ? കാനനത്തിൽ വസിച്ചുകൊണ്ട് ആ കാനനത്തിൽ നിന്ന് ലഭിക്കുന്നതായ കായകളും പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ കഴിച്ചുകൊണ്ട് യാതൊരു ദുഃഖവും കൂടാതെ
ആഹ്ലാദത്തോടു കൂടിയവരായിട്ട്, പരിഹൃഷ്ടമാനസ, വളരെയേറെ സന്തോഷം നിറഞ്ഞ മനസ്സോടു കൂടിയവരായിട്ട് മഹർഷിമാർ സഞ്ചരിക്കുന്നതായ മാർഗത്തിലൂടെ, കാരണത്തിലൂടെ ആയാലും മഹർഷിമാർ സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ, തപസ്സിന്റെ മണ്ഡലത്തിലായാലും മഹർഷിമാർ സഞ്ചരിക്കുന്ന മാർഗത്തിലൂടെ, അങ്ങനെ ധർമ്മത്തിന്റെ പന്ഥാവിലൂടെ ഒരു വ്യതിയാനവും വരാതെ കൃത്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളോടുകൂടിയവരായിട്ട് സസന്തോഷം അവർ മൂവരും കാനനത്തിൽ വസിക്കുന്നു എന്ന് വ്യക്തമായി ദശരഥനെയും കൗസല്യയെയും എല്ലാ ജനങ്ങളെയും ധരിപ്പിച്ചുകൊണ്ടാണ് സുമന്ത്രർ തന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നത്. അങ്ങനെ 60-ാമത്തെ സർഗം പൂർണ്ണമായി. 61-ാം സർഗത്തിന്റെ തുടക്കം. അവിടെ കൗസല്യ രാജാവിനോട് അല്പം പരുഷം പറയുന്നത് നമ്മൾ കേൾക്കും. ഒരമ്മയാണ്, ആ അമ്മയുടെ ഹൃദയം ഈ രീതിയിലുള്ള സാഹചര്യങ്ങൾ അങ്ങേയറ്റം ദുഃഖിക്കും. ചെറിയ കാര്യങ്ങൾ മതി, മക്കൾക്ക് എന്തെങ്കിലും വിഷമം വരുന്നു എന്ന് വന്നാൽ മതി, ഏതമ്മമാരും ദുഃഖിക്കും. ഇവിടാണെങ്കിൽ ചെറിയ ദുഃഖമല്ല, കൊടിയ ദുഃഖമാണ്. അപ്പോ സമാധാനത്തിൻ്റെതായ വാക്കുകൾ സുമന്ത്രർ പറഞ്ഞിട്ടും കൗസല്യക്ക് അത് മനസ്സമാധാനം നൽകിയില്ല. കൗസല്യ കരഞ്ഞു, ഏറെ കരഞ്ഞു. എന്നിട്ട് ആർത്തയായ ദുഃഖിതയായ കൗസല്യ ഭർത്താരം ഇതമബ്രവീത്, തന്റെ ഭർത്താവായിരിക്കുന്ന മഹാരാജാ ദശരഥനോട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാരാജാവേ, യദ്യപി ത്രിഷു ലോകേഷു പ്രഥിതം തേ മഹദ്യശ, അങ്ങയുടെ യശസ് ഈ 3 ലോകങ്ങളിലും അങ്ങേയറ്റം പ്രസിദ്ധമാണ്. എല്ലാവരും അങ്ങയെ കീർത്തിക്കുന്നു, എല്ലാവരും അങ്ങയെ അറിയുന്നു, കീർത്തിക്കുന്നു, ബഹുമാനിക്കുന്നു, അങ്ങയുടെ മഹത്വം വാഴ്ത്തിപ്പാടുന്നു. അങ്ങ് എങ്ങനെയൊക്കെയുള്ള ആളെന്ന് അവര് പറയാ. സാനുക്രോശോ വധാന്യശ്ച പ്രിയവാദീച്ച രാഘവ, രാഘവൻ രഘുവിന്റെ വംശത്തിൽ പിറന്നവനായ മഹാരാജാ ദശരഥൻ, അദ്ദേഹം പ്രിയവാദിയാണ്, എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള വാക്കുകളെ പറയുന്നവനാണ്. അതേപോലെ തന്നെ എല്ലാവരോടും കാരുണ്യമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം ചിന്തിക്കുന്നവനും പ്രവർത്തിക്കുന്നവനുമാണ്. ഇങ്ങനെ എല്ലാവരും പറയും, എല്ലാവരും പുകഴ്ത്തുന്നു. പക്ഷേ യഥാർത്ഥത്തില് ഇപ്പോഴത്തെ അവസ്ഥയോ കഥം നരവരശ്രേഷ്ഠ പുത്രൗതൗ സഹസീതയ ദുഃഖിതൗ സുഖസമൃദ്ധൗ വനേ ദുഃഖം സഹിഷ്യത. അല്ലയോ മഹാരാജാവേ, ഇതൊക്കെയാണ് അങ്ങയുടെ പ്രശസ്തിയെങ്കിലും അങ്ങ് ഓർക്കുക, ഇപ്പോൾ എങ്ങനെയാണ് അങ്ങയുടെ മക്കൾ 2 പേരും, രാമനും ലക്ഷ്മണനും, അതേപോലെ തന്നെ സീതാദേവിയും രാമപത്നിയും ഇവിടെ ഈ കൊട്ടാരത്തില് സുഖത്തോടുകൂടി കഴിഞ്ഞവർ, സ്നേഹത്തിന്റെ നടുവില് കഴിഞ്ഞ ആളുകൾ, അവര് കാനനത്തില് ഇപ്പോൾ ക്ലേശിക്കുന്നു. കാനനത്തിൽ എത്രയൊക്കെ സുഖങ്ങളുണ്ട്, അവർ സുഖമായി ജീവിക്കുന്നു എന്നൊക്കെ ആര് തന്നെ പറഞ്ഞാലും എല്ലാവർക്കും അറിയും കാനനത്തിലെ ജീവിതം സുഖകരമല്ല എന്ന്. അതിനെ സുഖമായി സ്വീകരിക്കാനുള്ള മനസ്സിന്റെ വിശാലത, സന്യാസി തുല്യമായ വിശാലത രാമനും ലക്ഷ്മണനും സീതയ്ക്കുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം. എങ്കിലും കാട് ആർക്കും തന്നെ സുഖകരമല്ല എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ ഉറച്ചുപോയ കാര്യമാണ്. അവിടെ എങ്ങനെയാണ് അല്ലയോ മഹാരാജാവ് ഇത്ര കണ്ട് സ്നേഹമുള്ളവനും കാരുണ്യമുള്ളവനും അനുകമ്പയുള്ളവനും ഒക്കെയാണെന്ന് ആളുകൾ പറഞ്ഞാലും ഈ ഒരവസ്ഥ അങ്ങ് അവർക്ക് സമ്മാനിച്ചത് എന്ന് അങ്ങ് ചിന്തിച്ചു നോക്കണം. രാമൻ മാത്രമല്ല കാനനത്തിൽ ക്ലേശിക്കുന്നത്, ഒരിക്കലും ക്ലേശം അനുഭവിച്ചിട്ടില്ലാത്ത സീതയും അവിടെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് അങ്ങ് മറക്കരുത്. സാമൂനം തരുണീശ്യാമ സുകുമാരി സുഖോചിത. സീതാദേവി താരുണ്യത്തിലേക്ക്
കാലെടുത്ത് കുത്തുന്നവളാണ്. അവൾ ശ്യാമയാണ്. അങ്ങനെയുള്ളതായ ആ സീതാദേവി സുകുമാരിയാണ്. കോമളമായ ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയുള്ളവളാണ്. അതുകൊണ്ട് തന്നെ കാട്ടിലെ ക്ലേശങ്ങൾ കോമള ശരീരം കൊണ്ട് സഹിക്കാനാവില്ല, കോമളമായ മനസ്സുകൊണ്ടും സഹിക്കാനാവില്ല. അങ്ങനെയുള്ള സീത സുഖോചിത, യഥാർത്ഥത്തിൽ സുഖത്തിന്റെ നടുവില് എപ്പോഴും കഴിയേണ്ടവൾ, അതിന് ചേർന്നതായ ശരീര മനോപ്രകൃതികൾ ഉള്ളവൾ. അങ്ങനെയുള്ളവളായ ആ സീത കഥമുഷ്ണം ച ശീതം ച മൈഥിലി വിസഹിഷ്യതേ. ആ കാട്ടിലെ തീക്ഷ്ണമായിരിക്കുന്ന ഉഷ്ണത്തെയും അതേപോലെ തന്നെ ഭയങ്കരമായിരിക്കുന്ന തണുപ്പിനെയും എങ്ങനെ സീതയ്ക്ക് സഹിക്കാനാകും? കൗസല്യ മഹാരാജാവായ ദശരഥനോട് ചോദിക്കുകയാണ്. ഇതിൽ പരം ഒരു കുറ്റപ്പെടുത്തൽ വേറൊന്ന് പറയാനില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനെല്ലാം ഒരേ ഒരു കാരണക്കാരൻ ദശരഥനാണ്. അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ളതായ തീരുമാനം. അതാണ് എന്ത് വരം ചോദിച്ചാലും ഞാൻ തരും എന്ന് കൈകേയിയോട് പറഞ്ഞ ആ നിമിഷത്തിലെ തീരുമാനം. അതാണ് ഇതിനെല്ലാം കാരണം. എന്തു വരവും കൊടുക്കാൻ ഒരു ഭരണാധിപന് അധികാരമില്ല. ആ വരം വ്യക്തിഗതം മാത്രമാണെങ്കിൽ ആകാം. പക്ഷേ രാജ്യത്തിന്റെ ഭരണയന്ത്രത്തെ ബാധിക്കുന്നതാണെങ്കിൽ, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ ഒരു വരവും, അങ്ങനെയുള്ള ഒരു വരവും കൊടുക്കാൻ ഒരു ഭരണാധിപന് അധികാരമില്ല. ഇക്കാര്യം ദശരഥൻ ഓർത്തില്ല. ആ ഒരു വലിയതായ വീഴ്ച, അതാണ് ഈ ദുഃഖങ്ങൾക്കെല്ലാം കാരണം. രാമൻ പരമ ഉദാത്ത സ്വഭാവനാകൊണ്ട് അദ്ദേഹം അച്ഛന്റെ സത്യം പരിപാലിക്കാൻ വേണ്ടി സകല ദുഃഖങ്ങളെയും ആനന്ദത്തോടെ ഏറ്റെടുത്തു. ദുഃഖങ്ങളൊന്നും അദ്ദേഹത്തിന് ദുഃഖമല്ല. അദ്ദേഹത്തിന് ഏറ്റവും വലുത് അച്ഛന്റെ ആ സൽപ്പേര് മാത്രമാണ്. അച്ഛന്റെ ധർമ്മനിഷ്ഠയാണ്. പറഞ്ഞ വാക്ക് പരിപാലിക്കുന്നയാളാണ് ദശരഥൻ എന്നുള്ള ഇതുവരെയുള്ള സൽകീർത്തി അത് ഇനിയും ലോകമുള്ളിടത്തോളം കാലവും നിലനിൽക്കണം. ആ ഒരു സമർപ്പണ ബുദ്ധിയിൽ രാമൻ സകല ദുഃഖങ്ങളെയും ആനന്ദമായി കാണുന്നു. അതുകൊണ്ട് മാത്രം. പക്ഷേ ഈ ദുഃഖങ്ങൾ ഒരു മനുഷ്യജീവിക്ക് വരുത്തി വെച്ചത് ദശരഥന്റെ ഒരു തെറ്റായ തീരുമാനമാണല്ലോ. അതിലേക്കാണ് കൗസല്യ വിരൽ ചൂണ്ടുന്നത്. അല്ലയോ മഹാരാജാവേ, അവർ എങ്ങനെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചിരുന്നത്? എപ്പോഴും അമ്മമാര് കുഞ്ഞുങ്ങൾ സുഖിയായിരിക്കുന്നുണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിക്കും. പിന്നെ അവർ ഭക്ഷണം കഴിച്ചോ എന്ന് അന്വേഷിക്കും. അങ്ങനെയാണ് അമ്മമാരുടെ സ്വഭാവം. വിശേഷിച്ച് ഒരു പരിചയവുമില്ലാത്ത കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ അമ്മ ആ കുഞ്ഞിനോട് ആദ്യം ചോദിക്കുന്നു, കുഞ്ഞെ നീ ഭക്ഷണം കഴിച്ചോ? നിനക്ക് വിശക്കുന്നോ? നീ വാ, നിനക്ക് ഞാൻ ഭക്ഷണം തരാം. അത് അമ്മമാരുടെ സ്വഭാവമാണ്. ആ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതയും ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ദേവി ദശരഥനോട് പറയാണ്, ഭുക്വാസനം വിശാലാക്ഷി സൂപദംശാന്വിതം ശുഭം. പണ്ട് ജനകപുരിയിലും ഇങ്ങനെയായിരുന്നു, സുഖകരമായ ഭക്ഷണം. അതേ രീതിയിൽ അങ്ങേറ്റം ആരെയും ആഹ്ലാദിപ്പിക്കുന്ന ആകർഷിക്കുന്ന ഭക്ഷണമാണ് ഇവിടെ. വിവിധങ്ങളായ രുചികരങ്ങളായ പദാർത്ഥങ്ങൾ ചേർത്ത് സമർത്ഥരായിട്ടുള്ള പാചകന്മാര് തയ്യാറാക്കിയ ശ്രേഷ്ഠമായിരിക്കുന്ന ആരെയും കൊതിപ്പിക്കുന്നതായ ഭക്ഷണമാണ് സീത ഇത്രയും നാള് ഇവിടെ കഴിച്ചത്. ആ ഭക്ഷണമാണ് സീത കഴിച്ചത്.